നമ്മളിന്ന് റോന്ത് കണ്ടു. റോന്ത് എന്ന് പറഞ്ഞ ദിലീഷ് പോത്തൻ റോഷനൊക്കെ അഭിനയിച്ച അടിപൊളി പടമാണ് നമ്മൾ കണ്ടു വന്നിരിക്കുന്നത്. എൻ്റെ പൊന്നെ, മഴ നല്ല തകർത്ത് പെയ്യുന്നു. അതിലും കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് ഇമോഷണൽ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ടെൻഷൻ അടിപ്പിക്കുന്ന നമ്മുടെ വൈകാരികമായി പിടിച്ച് ഞെക്കി ഞെരുക്കുന്ന തരത്തിലുള്ളൊരു സിനിമയാണ് റോന്ത്. പേരിൽ തന്നെ ഒരു വ്യത്യസ്തതയാണ്. എന്താണ് റോന്ത് എന്ന് ചോദിച്ചാൽ, റോന്ത് ചുറ്റുക, ഇങ്ങനെ വട്ടം കറങ്ങുകയാണ്. സിനിമയുടെ കഥ നമ്മളിങ്ങനെ കിട്ട് കറക്കുന്നൊരു സിനിമ. രണ്ട് പോലീസുകാരുടെ സ്റ്റോറിയാണ് പറഞ്ഞു തുടങ്ങുന്നതെങ്കിലും നമ്മൾ ആ സ്റ്റോറിയിൽ അകപ്പെട്ടു പോവുകയാണ്. ഒരു എന്താ പറയുക, ചുഴിയിലൊക്കെ വീണ് പോകില്ല, അതുപോലത്തെ സിനിമ. ഷാഹി കബീർ ഇലവീഴ പൂഞ്ചിറയ്ക്ക് ശേഷം സംവിധാനം ചെയ്ത സിനിമയാണ് ഈ പടം. അദ്ദേഹം ഒരുപാട് തിരക്കഥകൾ ഒരുക്കിയിട്ടുണ്ട്. ജോസഫ്, നായാട്ട്, അങ്ങനെ പോകുന്ന ഒരുപാട് സിനിമകൾ. ഇപ്പൊ ഈ അടുത്തിറങ്ങിയ കുഞ്ചാക്കോ ബോബൻ നായകനായിട്ട് അഭിനയിച്ച ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ തിരക്കഥയും ഷാഹി കബീർ ആയിരുന്നു. ഷാഹിയുടെ അടിപൊളി പോലീസ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കാണാപ്പാടമാണല്ലോ. ഓരോരോ സ്റ്റോറികൾ കിടുവായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതുണ്ടല്ലോ, ഈ സിനിമ ഉണ്ടല്ലോ, എൻ്റെ പൊന്നെ കിഡു. പോലീസ് സ്റ്റോറികളിൽ ഞാൻ കണ്ടതിൽ വെച്ച് കിടുവായിട്ട്, അതായത് പച്ചയായിട്ടുള്ള ജീവിതം. പോലീസുകാർക്ക് ഒരു ജീവിതമുണ്ട്, അവർക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, അവർക്ക് എന്താ പറയുക, മനസ്സിന് വിഷമങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിന്റെ നിമിഷങ്ങളെ പച്ചയായിട്ട് ഒപ്പി വെച്ചിട്ടുള്ള ഒരു രാത്രിയും പകലും നടക്കുന്ന ഒരു അടിപൊളി സ്റ്റോറി, അടിപൊളി കിഡു സ്റ്റോറി. ഇമോഷണൽ ആയിട്ട് നമ്മളെ ശരിക്കും പറഞ്ഞ നല്ലതുപോലെ നമ്മളായിട്ട് ഒന്ന് ടച്ച് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഈ സിനിമ മിസ്സാക്കരുത്, തിയേറ്ററിൽ പോയി കാണണം. അടിപൊളി പടമാണ് മോനെ. നമുക്ക് ബ്രഹ്മാണ്ഡ ചിത്രം മതി, അല്ലെങ്കിൽ ബോംബിടുന്ന ചിത്രം വേണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഭയങ്കര സ്റ്റാർ വേണം, മറ്റേ എന്താ സൂപ്പർ സ്റ്റാറുകൾ വേണം, അതേപോലെ തന്നെ ഐറ്റം ഡാൻസ് വേണം എന്നൊക്കെ പറയുന്ന ഓരോ രീതികളില്ലേ, അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ സിനിമകൾ വരുമ്പോൾ ഒന്ന് പോയി കാണണം നമ്മൾ. ഇത് ശരിക്കും പറഞ്ഞ പോലീസുകാരുടെ ജീവിതത്തിന്റെ നേർ പതിപ്പാണ് ഈ ചിത്രം എടുത്തു വെച്ചിരിക്കുന്നത്. അത് പച്ചയായിട്ട് എങ്ങനെ അവതരിപ്പിക്കാമോ അത് നല്ലതുപോലെ തിരക്കഥയിലും സംവിധാനത്തിലും ഷാഹി കബീർ നല്ലതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളിക്കാണ് അതിന്റെ ഫുൾ മാർക്ക് കൊടുക്കേണ്ടത്. അതുപോലെ ദിലീഷ് പോത്തന്റെ അഭിനയമൊക്കെ ഉണ്ടല്ലോ, കിടു എന്ന് പറഞ്ഞ കിടു കില്ലാടി അഭിനയം. പിന്നെ റോഷനും നല്ലതുപോലെ അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ ദിലീഷ് പോത്തൻ യോഹനാൻ എന്ന് പറഞ്ഞ SI ആയിട്ട് അഭിനയിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഇത്തിരി വേഷം കാണുമ്പോൾ നമുക്ക് ഇത്തിരി ദേഷ്യമൊക്കെ തോന്നെങ്കിലും പതുക്കെ നമ്മൾ ആ കഥയിലേക്ക് ഉൾപ്പെടുമ്പോണ്ടല്ലോ, ആ കഥ ശരിക്കും നമ്മൾ അത്രയേറെ ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങുന്നുണ്ട്. അതുപോലെ ദിന്നാഥായിട്ട് നമ്മുടെ റോഷൻ അഭിനയിക്കുന്നു, ഡ്രൈവറായിട്ട്, പോലീസ് ഡ്രൈവറാണ് അദ്ദേഹം. അപ്പൊ നല്ലൊരു സിനിമയാണ്. ഈ സിനിമയ്ക്ക് എന്താ ഒരു മോശമായിട്ട് എനിക്കൊന്നും അങ്ങനെ തോന്നിയില്ല കേട്ടോ. കുറച്ചൊക്കെ ഇത്തിരി സ്ലോ ആയിട്ട് തോന്നിയെങ്കിലും അതൊന്നും നമുക്ക് അത്രയേറെ ഒന്നും നമുക്ക് ഒരു എന്താ പറയണ അത്ര കുഴപ്പമായിട്ടൊന്നും നമുക്ക് തോന്നൂല. നല്ലതുപോലെ ഉള്ളൊരു സിനിമ. ലാസ്റ്റ് 15 മിനിറ്റ് അടിപൊളി സംഭവമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് ഈ പടം കാണുന്നവന്റെ മനസ്സിന്റെ അകത്ത് വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷന്റെ ആദി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള കഥ പറച്ചിലാണ് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. സുധീ കോപ്പ, ലക്ഷ്മി മേനോൻ. പിന്നെ ഈ ചിത്രത്തിന്റെ സിനിമോട്ടോഗ്രാഫി മനേഷ് മാധവനാണ്. പ്രവീൺ മംഗലത്താണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. കമ്പോസിങ് ചെയ്തിട്ടുള്ളത് അനിൽ ജോൺസൺ ആണ്. അതുപോലെ മേക്കപ്പ് റോണക് സേവിയർ ആണ്. അപ്പൊ അടിപൊളി പടമാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് സൗണ്ട് മിക്സിംഗ് ചെയ്തിട്ടുള്ള സിനോയ് ജോസഫിന്റെ. അടിപൊളിയായിട്ട് സൗണ്ട് മിക്സിംഗ് ഒക്കെ അടിപൊളിയായിട്ട്. നൈറ്റ് എടുത്തിട്ടുള്ള നൈറ്റ് പെട്രോളിങ്ങിന്റെ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ അല്ലേ, അതൊക്കെ കിടുവായിട്ടാ. സിനിമക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ പോലീസ് സ്റ്റോറി നമ്മൾ കണ്ട പണ്ടത്തെ സിനിമകളൊക്കെ എടുത്തു നോക്കാം. അതില് പുല്ല എന്നൊക്കെ പറഞ്ഞ ഒരു സ്റ്റൈല്, അതൊന്നല്ല. പോലീസ് ജീവിതം എന്ന് പറഞ്ഞ നല്ലതുപോലെ പച്ചയായിട്ടുള്ള ഒരു അവതരണമാണ്. അവരും മനുഷ്യരാണ്, അവർക്കും ഈ പറഞ്ഞ വ്യക്തിബന്ധങ്ങളായിട്ടുള്ള ഒരു അടുപ്പവും സങ്കടവും ദുഃഖവും ചിരിയും എല്ലാം അവർക്കുമുണ്ട്. അവർക്കും പ്രശ്നങ്ങളുണ്ട്. അവർ കാക്കിയിടുമ്പോൾ നമ്മൾ വിചാരിക്കും അവർ വലിയ സംഭവമാണ്. അങ്ങനെയല്ല, അവർ മനുഷ്യരാണ്. അവരുടെ ജീവിതത്തിന്റെ കൃത്യമായിട്ടുള്ള 100% ശരിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു കഥ പറച്ചിലാണ് ഷാഹി കബീർ ഇതിൽ ഒരുക്കിയിട്ടുള്ളത്. റോന്ത് അടിപൊളി പടമാണ്. നമ്മൾ കൊടുക്കുന്ന കാശിന് നല്ലൊരു സിനിമ കാണാൻ പറ്റുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സിനിമ കാണണം. അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു, സൂപ്പർ പടം. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. റോന്ത് കിടു കില്ലാടി.